KPCC പുനഃസംഘടനയിൽ തിരക്കിട്ട ചർച്ചകൾ ഡൽഹിയിൽ തുടരുകയാണ്. ദീപാദാസ് മുൻഷി, KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ചർച്ച പൂർത്തിയാക്കി മടങ്ങിയ അടൂർ പ്രകാശിന്റെ നേതൃത്വം തിരിച്ചുവിളിച്ചു. സംഘടനയ്ക്കുള്ളിൽ തർക്കമില്ലെന്നും കേരളത്തിലെ നേതാക്കളുമായി സംസാരിച്ച് അന്തിമ തീരുമാനമുണ്ടാകുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് സംഘടന അതിശക്തമാണ്. KPCCയുടെ നേതൃനിരയിൽ മാത്രമാണ് അടുത്ത കാലത്ത് മാറ്റം വരുത്തിയിട്ടുള്ളത്. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, അസംബ്ലി തെരഞ്ഞെടുപ്പ്, അതിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഒരു മുന്നൊരുക്കം എന്ന നിലയിലുള്ള പ്രാഥമിക ചർച്ചകളാണ് ഞങ്ങൾ ഡൽഹിയിൽ നടത്തിയത്. പ്രിയങ്കാജി ഒഴിച്ചുള്ള എല്ലാ MPമാരുമായിട്ട് 1-2 തവണ ആശയവിനിമയം നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇനി കേരളത്തിലേക്ക് തന്നെ മടങ്ങി അവിടെയുള്ള നേതാക്കന്മാർ അവരെല്ലാവരുമായിട്ടും കേരളത്തിൽ തന്നെ ഒന്നുകൂടി ചർച്ച നടത്തി ഉചിതമായിട്ടുള്ള തീരുമാനം തക്ക സമയത്ത് നടത്തും. ഇപ്പം ഇവിടെ MPമാരെ കണ്ടു, ഇനി മറ്റുള്ള ആളുകളുമായിട്ട് സംസാരിച്ചു. എന്നിട്ട് ഇനി അത് ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് വീണ്ടും ഒന്നുകൂടെ ചിലപ്പോൾ വരേണ്ടി വന്നേക്കാം. പൂർത്തിയാക്കി അത് പ്രഖ്യാപിക്കാനുള്ള നടപടികളാണ് ഉണ്ടാകുന്നത്. വിവരങ്ങളുമായി സജു തോമസ് ഉണ്ട്. സജു, ഉള്ളിൽ പ്രശ്നങ്ങളില്ലെന്ന് സണ്ണി ജോസഫ് പറയുമ്പോഴും തർക്കങ്ങളുണ്ടെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതുകൊണ്ട് എന്തിനാണ് അടൂർ പ്രകാശിനെ തിരിച്ചു വിളിച്ചത്? ചർച്ച എങ്ങനെ പുരോഗമിക്കുന്നു? തീർച്ചയായിട്ടും എന്തായാലും ഇപ്പോൾ DCC അധ്യക്ഷന്മാരെ നിയമിക്കുന്നതിനുള്ള ചർച്ചകൾ, ഡൽഹിയിലെ മാരത്തോൺ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ഇന്ന് അല്പസമയം മുൻപാണ് അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങിയത്. എന്തായാലും KPCC അധ്യക്ഷൻ അടക്കമുള്ളവർ ഇപ്പോഴും ഡൽഹിയിൽ തന്നെ തുടരുകയാണ്. എന്തായാലും MPമാർ അടക്കമുള്ളവരുമായി ചർച്ച നടത്തി സമവായത്തിലെത്തിയെന്ന് പറയുമ്പോൾ തന്നെയും ഇതുവരെയും ഒരു ഒറ്റ പേരിലേക്ക് എത്താനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് 4 ജില്ലകളിലെ DCC അധ്യക്ഷന്മാരെ മാറ്റുന്നതിലാണ് പ്രധാനപ്പെട്ട ചർച്ചകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. ഈ ജില്ലകളിൽ പ്രധാനമായിട്ടും പ്രത്യേകിച്ച് കൊല്ലം അടക്കമുള്ള ചില ജില്ലകളിലെ കാര്യമാണ് ഏറ്റവും സങ്കീർണമായിട്ട് ഇപ്പോൾ തുടരുന്നത്. അതിൽ MPമാരുടെ ആവശ്യം കൂടി പരിഗണിക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി വന്നിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ KPCC അധ്യക്ഷൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സണ്ണി ജോസഫ് ഇന്ന് വ്യക്തമാക്കിയത് യാതൊരു തർക്കങ്ങളില്ലെന്നും സമവായത്തിലാണ് പോകുന്നതെന്നും ഇതൊരു മാരത്തോൺ ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഡൽഹിയിലെത്തിയത്. പ്രത്യേകിച്ച് MPമാർ ഡൽഹിയിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് തങ്ങളും ഡൽഹിയിലേക്ക് വന്നത്. ഇനിയിപ്പോൾ നാട്ടിൽ പോയി നാട്ടിലെ നേതാക്കളുമാരുമായിട്ടൊക്കെയും ചർച്ച ചെയ്തതിനു ശേഷമായിരിക്കും അന്തിമ പട്ടിക ഉണ്ടാകുക എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എങ്കിൽ തന്നെയും ചില പടലപ്പിണക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ സൂചനകൾ പല കോണുകളിൽ നിന്നായി ഇപ്പോഴും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും അടൂർ പ്രകാശ് അദ്ദേഹം ഈ ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം പോയതിനു ശേഷം അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നിരുന്നു. അദ്ദേഹത്തെ വീണ്ടും വിളിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴും കേരള കൗൺസിൽ ദീപദാസ് മുൻഷി അടക്കമുള്ളവർ നേതൃത്വത്തിൽ ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഏതായാലും ചില MPമാർ ഇപ്പോൾ കേരള ഹൗസിൽ തുടരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് അദ്ദേഹം അല്പസമയം മുൻപാണ് കേരളത്തിലേക്ക് മടങ്ങിയത്. എന്തായാലും ഈ ആഴ്ചയോടുകൂടി അന്തിമ രൂപം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് മുൻപായിട്ട് MPമാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് പ്രത്യേകിച്ച് മറ്റു ചില ജില്ലകളിലെ പ്രത്യേകിച്ച് ചില നേതാക്കന്മാർ ചില അസ്വാരസ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതൊക്കെയും പരിഹരിച്ചുകൊണ്ട് ഒരു അന്തിമ പട്ടിക ഉടൻ തന്നെ പുറത്തിറക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ നേതൃത്വത്തിന്റെ നീക്കം.